നമസ്തേ. കേട്ടറ്റിനും പി എസ് സിക്കും കുറേ ആചാര്യന്മാരുടെ കാവ്യലക്ഷണങ്ങളെ കുറിച്ചിട്ട് ചോദിക്കാറുണ്ട്. അപ്പം അങ്ങനെ ഉള്ള കാവ്യലക്ഷണങ്ങൾ കുറച്ച് ആചാര്യന്മാരുടെ ഞാനിവിടെ എഴുതിയിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. തദദോഷൗ ശബ്ദാർത്ഥൗ സഗുണാവനലംകൃതി പുനഃക്വാപി. ഈ ഒരു കാവ്യലക്ഷണം എഴുതിയത് മമ്മടാചാര്യനാണ്. ഓക്കെ, മമ്മടാചാര്യ. പിന്നെ ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം എന്ന കാവ്യലക്ഷണം എഴുതിയത് ആരൊക്കെയാണ്? ഭാമഹൻ എഴുതിയിട്ടുണ്ട്, കുന്തകൻ എഴുതിയിട്ടുണ്ട്, രുദ്രഢൻ, അതുപോലെ തന്നെ രാജശേഖര. ഇവരുടെ എല്ലാം കാവ്യലക്ഷണം ശബ്ദാർത്ഥൗ സഹിതൗ കാവ്യം എന്നാണ്. പിന്നെ ഇഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി കാവ്യം എന്നത് ആചാര്യ ദണ്ഡി, അദ്ദേഹമാണ് ഇഷ്ടാർത്ഥ വ്യവച്ഛിന്ന പദാവലി കാവ്യം എന്ന് എഴുതിയത്. പിന്നെ കാവ്യസ്യ ആത്മാധ്വനിഹി എന്ന് എഴുതിയത് ആനന്ദവർദ്ധനാചാര്യനാണ്. വാക്യം രസാത്മകം കാവ്യം വിശ്വനാഥാചാര്യൻ. രമണീയാർത്ഥ പ്രതിപാദക ശബ്ദ കാവ്യം പണ്ഡിതരാജ ജഗന്നാഥയാണ് ഈ രമണീയാർത്ഥ പ്രതിപാദക ശബ്ദം കാവ്യം എന്ന് എഴുതിയത്. പിന്നെ രീതിരാത്മാ കാവ്യസ്യ എന്നത് വാമനാചാര്യനാണ് എഴുതിയത്. ഇതെല്ലാം തന്നെ കാവ്യ ലക്ഷണങ്ങളാണ്, ഓരോരുത്തരുടെയും അഭിപ്രായമാണ് കാവ്യം എങ്ങനെയാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഇതെല്ലാം പഠിച്ചു വെക്കുക. ഓക്കെ.